ജനറൽ ഇന്ദ്രബാലന്റെ സംഘം സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ജിയോ ടാഗിംഗ് നടത്തുന്നു എന്നുള്ള വിവരവും വരുന്നുണ്ട്. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നത്. ദീപക്, ജിയോ ടാഗിംഗ് നടത്തുന്ന പ്രദേശങ്ങൾ അത് ഏതൊക്കെ മേഖലകളാണ്? നമ്മൾ നേരത്തെ തെരച്ചിൽ കണ്ട ഇടങ്ങളാണോ അതോ ഇനി തിരയാൻ ബാക്കിയുള്ള ഇടങ്ങളാണോ? സുജയ, അതായത് സെന്റിനറി റോക്ക് മുണ്ടക്കയിലേക്ക് നമ്മൾ പോകുന്ന മേഖലയിൽ ചൂരൽമലയിൽ നിന്ന് അല്പവും കൂടി മുകളിലേക്ക് കയറി വരുമ്പോഴുള്ള പ്രദേശമാണ് സെന്റിനറി റോക്ക്. അതിൻ്റെ പുറകുവശത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഒരു ഗ്രൗണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ ഫുട്ബോളൊക്കെ കളിച്ചിരുന്ന ഒരു മേഖലയാണെന്നാണ് പറയുന്നത്. ഈ ഇത്രയും പരപ്പുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇന്നലെ നടത്തിയ ഐബോർഡ് പരിശോധനയിൽ 5 സിഗ്നലുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലകൾ കൃത്യമായി ജിയോ ടാഗിംഗ് നടത്തുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും സംഘവും വളരെ ശ്രമകരമായാണ് ആ മേഖലയിലൂടെ നീങ്ങുന്നത്. കാരണം ഈ പ്രദേശത്ത് ഏതാണ്ട് 3 മീറ്ററോളം മണ്ണ് വന്നടിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മുന്നോട്ട് നീങ്ങുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. എങ്കിൽ പോലും ആ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ 5 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി യന്ത്രസാമഗ്രികൾ എത്തിച്ച് അവിടെ കുഴിച്ചു നോക്കുന്ന നടപടിയിലേക്ക് പോവുക. അതായത് നമുക്ക് ഈ സ്ക്രീനിൻ്റെ ദൃശ്യത്തിലെ ഇടതുവശത്തേക്കുള്ള ദൃശ്യങ്ങൾ കൂടി കാണിച്ചാൽ ഈ പുഞ്ചിരിമട്ടത്തിൽ നിന്ന് ഉരുൾപൊട്ടി ഒഴുകി വന്നിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. വലിയ പരപ്പുള്ള പ്രദേശമായി ഇത് മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ആ മേഖലയിൽ നിന്ന് ഞാൻ നിൽക്കുന്ന ഈ ഉയരമുള്ള സ്ഥലത്തേക്ക് വെള്ളം വന്ന് അടിച്ചതിന് ശേഷം വീണ്ടും കറങ്ങി ഇതുവഴി താഴേക്ക്, അതായത് ബെയിലി പാലത്തിൻ്റെ വെള്ളാർമല സ്കൂളുള്ള ഭാഗത്തേക്ക് ഒഴുകി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ഒരു വളവ് പോലെ, ഒരു തുരുത്ത് പോലെ ഈ പ്രദേശം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന ആൾതാമസം ഉണ്ടായിരുന്ന വീടുകളിൽ നിന്നുള്ള ആളുകൾ ഒഴുകി വന്ന് ഇവിടെ തങ്ങിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് അനുമാനമായിട്ടുള്ളത്. അതുകൊണ്ട് ആ ആളുകൾ ഇവിടെ നിന്നും മാറിപ്പോകാനുള്ള സാധ്യത തുച്ഛമാണ് എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അവരുടെ മേൽത്തട്ടിലേക്ക് മണ്ണ് അത്രത്തോളം അടിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ 5 സിഗ്നലുകൾ ലഭ്യമായ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ കുഴിച്ചു നോക്കി പരിശോധന നടത്താനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി സിഗ്നൽസ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മീറ്ററുകൾ ഉൾപ്പെടെ കണക്കാക്കിക്കൊണ്ടാണ് ജിയോ ടാഗിംഗ് നടത്തുന്നത്. ഇന്ന് ഈ ജിയോ ടാഗിംഗ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ ആ മാർക്ക്